ശബരിമല കൊള്ളയിൽ ഇനി ബാക്കിയുള്ള എല്ലാ സഖാക്കളുടെയും അറസ്റ്റ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴേക്കും ആയിരിക്കുമല്ലോ അയ്യപ്പ എന്നുള്ളതാണ് ഇപ്പോൾ CPM ക്യാമ്പിൽ നിന്നും ഉയർന്നു വരുന്ന ആശങ്ക. കാരണം ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങളുടെ കിടപ്പ്. കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെയെങ്കിലും കൊടുക്കാൻ കഴിയുമോ എന്ന് പഠിച്ച പണി 18 നോക്കിയിട്ടും കിട്ടിയില്ല എന്ന് മാത്രമല്ല, പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമവും വലിയ കൊള്ളയാണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അത് സ്വർണ്ണക്കൊള്ള പോലെയല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിറങ്ങി PS പ്രശാന്തിനെയും കൂട്ടി തട്ടിപ്പ് നടത്തിയെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് പരിശോധന അതിശക്തമായി തന്നെ തുടരാനാണ് ഹൈക്കോടതി തീരുമാനിച്ചിരിക്കുന്നത്. അതുപ്രകാരം 2 ദിവസമായി ഇപ്പോൾ വിദഗ്ധ സംഘം ശബരിമല സന്നിധാനം അരിച്ചു പെറുക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയ്ക്കായി ശ്രീകോവിലിൽ നിന്നുള്ള സാമ്പിൾ ശേഖരിക്കാൻ 2ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ CPM നേതാക്കളിൽ പലരുടെയും നെഞ്ചിടിപ്പ് കൂടുകയാണ്. SP ശശിധരൻ്റെ നേതൃത്വത്തിലുള്ള SIT സംഘം സന്നിധാനത്ത് തന്നെ നിലയുറപ്പിച്ചുകൊണ്ട് പരിശോധന നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ചില സംഭവങ്ങൾ കൂടിയുണ്ട്. അതായത് സന്നിധാനത്ത് നടത്തിയ കാട്ടുകൊള്ളയുടെ ബാക്കിയാണ് താഴെ പമ്പാ തീരത്ത് നടന്ന അയ്യപ്പ സംഗമം എന്ന് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ദേവസ്വം ബോർഡിൻ്റെ പേരിൽ നടത്തുന്നു എന്നും പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഇഷ്ടപ്രകാരം നടത്തിയ ഈ പരിപാടിയിൽ ദേവസ്വം ബോർഡിൻ്റെ പണമാണ് അപഹരിച്ചത് എന്ന് മാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ അവിടുത്തെ പരിപാടിയെല്ലാം ഒരു ടെൻഡർ പോലും വിളിക്കാതെ മുഖ്യമന്ത്രിയുടെ ബിനാമി എന്ന് വിളിക്കുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകുകയായിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ ഇവൻറ്റ് കമ്പനിക്ക് കൊടുത്തതാണ് ഈ പരിപാടിയെല്ലാം. മാത്രമല്ല, ഒന്നിനും ഒരു കണക്കുമില്ല. സ്പോൺസർഷിപ്പിൽ നടത്തുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞ് കോടതിയിൽ പോലും അറിയിച്ച് പണം പിരിച്ചതല്ലാതെ ആ പരിപാടിക്ക് ഉപയോഗിച്ചത് പകുതി മാത്രമാണ്. ഒരു കാരണവശാലും ജനങ്ങളുടെ നികുതി പണം എടുത്ത് ഇതുപയോഗിക്കാൻ പാടില്ല എന്നും ശബരിമലയിലെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ പണം ഇതിനുവേണ്ടി ഈ പരിപാടിക്ക് വേണ്ടി ചെലവഴിക്കാൻ പാടില്ല എന്നും കോടതി കർശന നിർദ്ദേശം നൽകിയതാണ്. എന്നിട്ടും ആ കോടതി ഉത്തരവിനെ പോലും ലംഘിച്ചുകൊണ്ടാണ് പിണറായി വിജയനും വാസവനും ചേർന്ന് പ്രശാന്തിനെ കൂട്ടുപിടിച്ച് ഒരു അയ്യപ്പ സംഗമം നടത്തിയത്. അതോടുകൂടിയാണ് അയ്യപ്പൻ പൊട്ടിത്തെറിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. 3.5 കോടി രൂപ ദേവസ്വം ബോർഡിൽ നിന്നും തട്ടിയെടുക്കുകയും ചെയ്തിരിക്കുന്നു കേരള സർക്കാർ എന്നുള്ളതാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇത് മുഖ്യമന്ത്രി നേരിട്ട് വാസവനെയും പ്രശാന്തിനെയും കൂട്ടി ചെയ്ത പരിപാടിയാണ്. ഇതും അന്വേഷണ റിപ്പോർട്ടായി ഹൈക്കോടതിയിലെത്തിയതോടെ ഹൈക്കോടതിക്കും SITക്കും ഒരു കാര്യം മനസ്സിലായി. ഇനിയും ഈ പെരുങ്കള്ളന്മാരെ, സർക്കാരിനെയും മുഖ്യമന്ത്രി അടക്കമുള്ളവരെയും രക്ഷിക്കാൻ നിന്നാൽ കേരളം ഒന്നടങ്കം തങ്ങൾക്കെതിരെ ഇളകി പണി തീർക്കുമെന്ന് മനസ്സിലായതോടെയാണ് എല്ലാം പൊക്കിയെടുക്കാൻ ഇപ്പോൾ പരിശോധന അതിശക്തമാക്കിയത്. അതിനായി കുംഭമാസ പൂജയ്ക്ക് നട തുറന്നതിന് തൊട്ടു പിന്നാലെയാണ് സ്വർണ്ണപ്പാളികളിൽ നിന്നുള്ള സാമ്പിൾ ശേഖരിക്കാൻ ആരംഭിച്ചത്. ഇന്നലെ ശ്രീകോവിലിന് പിൻഭാഗത്തുള്ള തൂണുകളിലെ പാളികളാണ് ആദ്യം ഇളക്കിയെടുത്ത് പരിശോധിച്ചത്. ശേഷം ദ്വാരപാലക ശില്പങ്ങളിലേക്കും അന്വേഷണം കടന്നു. അവശേഷിക്കുന്ന ഭാഗങ്ങളിലെ സാമ്പിൾ ഇന്ന് ശേഖരിച്ചു വരികയാണ്. ലീഗൽ മെട്രോളജിയുടെ ഗോൾഡ് അസസ്മെൻറ്റ് വിഭാഗവും SITക്കൊപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വർണം അടിച്ചുകൊണ്ട് പോയത് 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് എന്നുള്ളത് SIT ആദ്യം തന്നെ കണ്ടെത്തി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചതാണ്. ആ നഷ്ടപ്പെട്ട സ്വർണത്തിൻ്റെ അളവും കാലപ്പഴക്കവും വ്യക്തത വരുത്തുകയാണ് ഈ പരിശോധനയിലൂടെ SIT ലക്ഷ്യമിട്ടിരിക്കുന്നത്. അങ്ങനെ വിശദമായ തെളിവ് ശേഖരണത്തിന് ശേഷം കുറ്റപത്രം സമർപ്പിക്കും. ഇനിയും പിണറായി വിജയനെ രക്ഷിക്കാൻ ആകില്ല എന്നുറപ്പായതോടെ SITയും പിണറായിയും 2 വഴിക്കായി എന്നാണ് അറിയുന്നത്. ഇനി എന്ത് ആഭ്യന്തരമന്ത്രി എന്നും മുഖ്യമന്ത്രി എന്നും പറഞ്ഞാലും 2 മാസം മാത്രമേ അവർക്ക് കാലാവധിയുള്ളൂ. UDF സർക്കാർ ഒരുപക്ഷെ വന്നാൽ ആദ്യ അന്വേഷണം ശബരിമല കൊള്ളയാണെന്ന് KC വേണുഗോപാൽ അടക്കമുള്ളവർ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ കള്ളന്മാർക്ക് കഞ്ഞിവെച്ചാൽ ആദ്യം കുടുങ്ങാൻ പോകുന്നത് SIT ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും. അതുകൊണ്ട് SIT അരിച്ചു പെറുക്കുകയാണ് ഈ അവസാന നിമിഷത്തിൽ എന്നാണ് അറിയുന്നത്. അതും കോടതിയുടെ മേൽനോട്ടത്തിൽ തന്നെ. അതാണ് ശബരിമലയിലെ ഇപ്പോഴത്തെ പരിശോധനയിൽ CPM ക്യാമ്പ് ആശങ്കയിലാകുന്നത്.